ഈ വാക്കോർത്ത് വച്ചേക്കണേ. ജീവിതത്തിലേക്ക് ചില കൊടുങ്കാറ്റുകൾ വീശിയടിക്കുമ്പോൾ അത് ശിക്ഷയല്ല, അത് നാശമല്ല, മറിച്ച് നമ്മളെ ഉലച്ചു കളയുന്ന, നമ്മുടെ കംഫർട്ട് സോൺസിനെ ബ്രേക്ക് ചെയ്യുന്ന, ഏത് പാപത്തിലേക്കാണോ ചാഞ്ഞു പോകുന്നത് അതിൽ നമ്മളെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന കൊടുങ്കാറ്റുകൾ, അത് ദൈവകരുണയുടെ കൊടുങ്കാറ്റാണ്. നിങ്ങൾ ഓർത്തേക്കരുത് കർത്താവിൻ്റെ കോപമാണ് വീശിയടിക്കുന്നതെന്ന്. അല്ല, കർത്താവിൻ്റെ കരുണ വീശിയെടുക്കുകയാണ്. അത്തരം കൊടുങ്കാറ്റുകൾ they are not punishments but they are wake up calls. ഇത് പണിഷ്മെൻ്റ് അല്ല, ശിക്ഷയല്ല, മറിച്ച് ഉണർത്തുപാട്ടാണ്. കുഞ്ഞേ, ഈ പോക്ക് നല്ലതല്ല കേട്ടോ, ഇതല്ല കേട്ടോ ശരിക്കും നടക്കേണ്ടത്, ഇതല്ല നന്മ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവിൻ്റെ കരുണയുള്ള കൊടുങ്കാറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീശിയടിക്കും. അത് ചിലപ്പോൾ വേദന ഉണ്ടാകും കേട്ടോ, ശിക്ഷയല്ലെങ്കിലും അത് വേദന ഉണ്ടാകും, അത് ശിക്ഷണമാകും. ഹെബ്രായർ 12:6 താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു. ശിക്ഷണം, പ്രഹരം ഇത് നമുക്ക് കിട്ടും. അത് ദൈവകരുണ തലോടുന്നതാണ് ആ കൊടുങ്കാറ്റ് എന്ന് ഓർക്കണേ. ചില കൊടുങ്കാറ്റ് വീശി അടിച്ചത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഭേദമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നത്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ആ കൊടുങ്കാറ്റ് എനിക്ക് നന്മയ്ക്കായി. ഈ കൊടുങ്കാറ്റാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത് കേട്ടോ. ജീവിതത്തിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് നമുക്ക് തിരിച്ചറിവാണ്, നമുക്കൊരു വെളിപാടാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈശോയുടെ ജീവിതത്തിൽ വീശിയടിച്ചൊരു കൊടുങ്കാറ്റ് കർത്താവിൻ്റെ അതോറിറ്റിയെ, അധികാരത്തെ വെളിപ്പെടുത്തിയില്ലേ? ഇവിടെ യോനായുടെ ജീവിതത്തിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് യോനായുടെ അനുസരണക്കേടിനെ വെളിപ്പെടുത്തിയില്ലേ? അത്തരം കൊടുങ്കാറ്റുകൾ നമ്മുടെ കോർ, നമ്മുടെ ഇന്നർ കോർ തന്നെ വെളിപ്പെടുത്തും. ആ കൊടുങ്കാറ്റുകൾ നല്ലതാണ്. എന്തിനാണെന്നറിയാമോ? വലിയ ആഴക്കയത്തിലേക്ക് നമ്മൾ വീണു പോകാതിരിക്കാൻ കർത്താവ് ഇത്തരം കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. അങ്ങ് ആഴക്കടലിലേക്ക് പോയി നീ കർത്താവിൽ നിന്ന് ഒത്തിരി ദൂരോട്ടകന്നു പോകാതിരിക്കാൻ ഒരു കൊടുങ്കാറ്റിൽ കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കും. അപ്പോൾ ഈ കൊടുങ്കാറ്റ് കർത്താവിൻ്റെ കരുണ വീശിയടിക്കുന്നതാണെന്ന് ഓർത്താൽ മതി.